എല്ലാവർക്കും നമസ്കാരം. പിതാരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യം എന്ന മനുസ്മൃതിയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം അന്ന് സ്ത്രീക്ക് തൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഭർത്താവിൻ്റെയും ഒക്കെ സംരക്ഷണം ആവശ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രകൃതിയുടെയും വന്യജീവികളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ശാരീരികമായി ദുർബലരായിട്ടുള്ള സ്ത്രീകൾക്ക് രക്ഷ നേടണമെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആളുകൾ ആവശ്യമായിരുന്നു. പക്ഷേ പുരാണ കാലഘട്ടത്തിൽ നമ്മൾ നവീന സംസ്കാരത്തിലേക്ക് കടന്നു. വിദ്യാഭ്യാസമുണ്ടായി, എഴുത്തും വായനയും പഠിച്ചു, പുതിയ പുതിയ മെഷീൻസും യന്ത്രോപകരണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു. അവിടെയൊക്കെ സ്ത്രീകളുടെ ജീവിതം വളരെ സുഖകരമായി. പിന്നീട് നമുക്ക് പുരുഷന്റെ ശാരീരികമായ ഒരു പിന്തുണയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അപ്പോഴും ആ പുരാതന കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു, സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള അവകാശമില്ലായിരുന്നു, ഇല്ലെങ്കിൽ തന്നെ ജോലി ചെയ്താൽ തുല്യ വേതനത്തിനുള്ള അവകാശമില്ലായിരുന്നു. 1857 ന്യൂയോർക്ക് സിറ്റിയിൽ ഫെമിനിസം എന്ന മൂവ്മെന്റ് തുല്യ വേതനം, വോട്ടവകാശം, മെച്ചപ്പെട്ട ജോലി സൗകര്യങ്ങൾ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകൾ 11,000-ലധികം സ്ത്രീകൾ ഒരു സമരം നടത്തിയപ്പോൾ ആദ്യമായി സ്ത്രീകൾ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി. പിന്നീട് അവിടെ നിന്ന് സ്ത്രീകൾ 1911 കോപ്പൻഹേഗനിൽ നടന്ന സമ്മേളനത്തിൽ, അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വനിതാ ദിനാചരണം എന്ന ഒരു ആചരണം നമ്മൾ തുടങ്ങി. കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടിരുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോരാടാൻ തുടങ്ങി. പക്ഷേ 1940 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അവിടെ നിന്ന് ഇത്ര കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. നമുക്ക് 2 രാഷ്ട്രപതിമാരെ സംഭാവന ചെയ്യാൻ സാധിച്ചു. ഇങ്ങോട്ട് വന്നാലോ, നമ്മൾ കേരളത്തിന്റെ കാര്യമെടുക്കാൻ ഇന്ന് പിണറായി വിജയൻ 2ാം വട്ടം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നമുക്കൊരു വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കണം, സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥയാണ്. പക്ഷേ പുരാണ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് കുറച്ച് കാലങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമുണ്ട്, മരുമക്കത്തായ സമ്പ്രദായം. അവിടെ സ്ത്രീകൾക്കായിരുന്നു അവകാശം. എവിടെ നിന്നാണ് പിന്നീട് നമ്മൾ പുറകോട്ട് പോയത്? പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ വനിതകളുടെ അവകാശത്തിന് വേണ്ടി, വനിതകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ മെച്ചപ്പെട്ട തൊഴിലിന് വേണ്ടി ഒക്കെ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കല്ലുമാല സമരം എന്നൊരു സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ, ഏറെ കാലഘട്ടങ്ങൾക്ക് മുന്നേ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ തുടങ്ങി വെച്ച ഒരു അധികൃത സ്ത്രീകൾ തുടങ്ങി വെച്ച ഒരു സമരം. അവർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും. മാറി മറയ്ക്കാൻ അവകാശമില്ലായിരുന്ന കാലഘട്ടത്തിൽ മാറി മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി തന്റെ മാറി ഛേദിച്ചുകൊണ്ട് നമ്മെ പ്രതിഷേധിച്ചു. അങ്ങോട്ട് മുന്നോട്ട് വന്നാൽ അക്കാമ ചെറിയാൻ എന്റെ നേരെ വെടിവെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരെ വെടിവെക്കൂ എന്ന് പറഞ്ഞ് തന്റെ വിരുമാർ കാണിച്ചുകൊണ്ട് മുന്നിൽ നിന്നിരുന്ന അക്കാമ ചെറിയാൻ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം നിന്ന് പോരാടിയ ക്യാപ്റ്റൻ ലക്ഷ്മിബായി, അങ്ങനെ എത്രയെത്ര വനിതകൾ നമ്മൾ എത്ര പുരാണ കാലഘട്ടത്തിലോ യാതൊരു അവകാശങ്ങളും നമുക്ക് നൽകാനില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന സ്ത്രീകൾ. പിന്നീട് അങ്ങോട്ട് IM വിജയന് പാപ്പച്ചനുമൊക്കെ മുകളിൽ അന്താരാഷ്ട്ര സ്പോർട്സ് രംഗത്ത് PT ഉഷ എന്നൊരു പേരിലൂടെയാണ് ഇന്ത്യൻ സ്പോർട്സ് രംഗം അറിയപ്പെട്ടിരുന്നത്. PT ഉഷയും ഷൈനി വിൽസണും ബോബി അലോഷൻസും അഞ്ചു ബോബി ജോർജും ഒക്കെ നിറഞ്ഞാടിയിരുന്ന കേരള സ്പോർട്സ് രംഗം. അവിടെ നിന്ന് അല്ലെങ്കിൽ ബീനക്കണ്ണൻ എന്ന സ്ത്രീകൾക്ക് ഫാഷന്റെ പുതിയ വിസ്മയങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു വിസ്മയം. അങ്ങനെ സ്ത്രീകൾ എല്ലാ മേഖലയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 46 ലക്ഷത്തിലധികം മെമ്പേഴ്സുമായി കുടുംബശ്രീ എന്ന ഒരു മഹത് പ്രസ്ഥാനം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘടന, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന, സാമൂഹിക ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾ സ്ത്രീകളിലൂടെ നേടുക എന്ന ലക്ഷ്യവുമായി നമ്മൾ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മുന്നേറ്റത്തിൽ നമുക്കും പങ്കാളികളാകാം. നന്ദി, നമസ്കാരം.